വ്യഭിചരിച്ചു. സ്വഹാബി വ്യഭിചരിച്ചു. മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉറക്കെ തന്നെ പറയാം, മാഇസിനെ കല്ലെറിയുമ്പോൾ ഒരാൾ തൻ്റെ ചെരുപ്പ് എടുത്തെറിഞ്ഞു. അപ്പോൾ ആരോ ഒന്ന് പുണ്യ റസൂലിനോട് പറഞ്ഞു. അപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തുഹു വഹുവ യർതഹു ഫീ റിയാദിൽ ജന്ന. ആ ശിക്ഷയ്ക്ക് വിധേയനാകുന്ന സമയത്ത് ആ മനുഷ്യൻ സ്വർഗ്ഗീയ പൂന്തോപ്പിൽ വിശ്രമിക്കുന്നതായി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ലഖദ് താബ തൗബതൻ ലൗ ഉൻസിലത് അലാ അഹ്ലിൽ മദീന ലവസഅതുഹും. ആ എങ്ങാനും അള്ളാഹു സുബ്ഹാന എൻ്റെ മഅസ് ചെയ്ത തൗബ മദീനക്കാർക്ക് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ സകല മദീനക്കാർക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരൊറ്റ തൗബ മതിയാവും. ലോകാവസാനം വരെയുള്ള മദീനക്കാർക്ക് ആ ഒരു തൗബ മതിയാവും. അത്രയും വലിയ തൗബയാണ് ആര് ചെയ്തത്? മഅസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അബദ്ധം സ്വാഭാവികം, പക്ഷേ ചിന്തയിൽ ആര് പോയിട്ടില്ല? അല്ലാഹ്. നമ്മളെ മനസ്സിൽ അല്ലാഹു ഇല്ല. നമ്മൾ അകപ്പെട്ടവന്റെ ലിസ്റ്റ് വായിക്കുക. 5 വക്ത് നിസ്കരിക്കും, പടച്ചോനെ ഓർമ്മല്ല, നീ അകപ്പെട്ടവനാ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു. കുടുംബം ഒരാളെ ഗൾഫിലയച്ചു. കുടുംബം അയാളെ ഗൾഫിലയച്ചു. വീട്ടിൻ്റെ കാര്യം നിനക്കറിയാലോ, ശ്രദ്ധിക്കണേന്ന് ഓർമ്മപ്പെടുത്തി ഗൾഫിലയച്ചു. ഗൾഫിൽ ചെന്നപ്പോൾ അവൻ അവിടുത്തെ പകിട്ടാർന്ന സൗകര്യങ്ങളും ആ ദേശത്തിൻ്റെ ഭംഗിയും റോഡിൻ്റെ സൗകര്യങ്ങളും ചീറിപ്പായുന്ന വാഹനങ്ങളും അറബികൾ എപ്പോഴെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും പേരെയൊക്കെ അയച്ചു കൊടുക്കും. ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും, ഓർമ്മപ്പെടുത്തൽ വരും, അപ്പോൾ അയച്ചു കൊടുക്കും. അതിനെ മറ്റു കാര്യങ്ങളൊക്കെ അയാൾ അഭിരമിക്കും. വേറൊരാൾ കുടുംബം അയാളുടെ മനസ്സിൽ നിന്ന് പോയതേയില്ല. സദാസമയം കുടുംബം അയാളുടെ മനസ്സിലുണ്ട്. കിട്ടുന്നതെല്ലാം അയാൾ കുടുംബത്തിന് വേണ്ടി നിയത്ത് ചെയ്യും. എന്നാൽ ചിലപ്പോൾ കള്ളൊക്കെ കുടിക്കും, അയാൾ കള്ളു കുടിക്കും, സിനിമയൊക്കെ കാണും. അങ്ങനെയും ഒരാൾ. ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? നിങ്ങളിത് ചിന്തിക്കും. ഒരാൾ കള്ളം കുടിച്ചില്ല, പക്ഷെ കുടുംബം അവൻ്റെ മനസ്സിൻ്റെ ചിത്രത്തിലില്ല. ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തൽ വരും, അപ്പോൾ അയാൾ എന്തിലയച്ചു. രണ്ടാമത്തെ ഒരാൾ, അയാളെ മനസ്സിൽ നിന്ന് കുടുംബം വിട്ടുപോയിട്ടേയില്ല. അയാളെ ശ്രദ്ധ അയാൾക്ക് കിട്ടുന്നത് വളരെ കുറവാണ്, എന്നാലും കുടുംബം അയാളെ മനസ്സിൻ്റെ ചിത്രത്തിനെ പോയില്ല. അതേ സമയത്ത് ബാപ്പ പോന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കള്ളു കുടിക്കരുത് കേട്ടോ, തോന്നിയാസം ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അയാൾ അങ്ങനെയൊക്കെ ചെയ്തു, എപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അയാൾ കരയും ചെയ്യും. ഈ കൂട്ടത്തിൽ ഈ രണ്ടാൾ, ഒരാൾ കള്ളുടിച്ചിട്ടില്ല, തോന്നിയാസം ചെയ്തിട്ടില്ല, പക്ഷേ ഈ പകിട്ടാർന്ന ഗൾഫിൻ്റെ സൗകര്യത്തിൽ മതിമറന്നുപോയി. പിന്നെ അയാൾക്ക് കുടുംബേ ഓർമ്മയില്ല. ഇടക്കിടക്ക് എപ്പോഴെങ്കിലൊക്കെ ഓർമ്മപ്പെടുത്തും, അപ്പോൾ അയാൾ ഓർക്കും, അപ്പോൾ അയാൾ കയ്യിലുള്ളത് കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ മനസ്സിൻ്റെ ചിത്രത്തിൽ കുടുംബമില്ല. ഈ രണ്ട് കൂട്ടത്തിൽ നിങ്ങൾ ഈ രണ്ടാളെ കൂട്ടത്തിൽ രണ്ടാമത്തെ ആൾക്ക് ദോഷക്കൊണ്ട് അയാൾ കള്ളുടിക്കും, പക്ഷെ അയാൾ മനസ്സിൽ നിന്ന് കുടുംബം പോയതേയില്ല. അയാളെ മനസ്സിൽ എപ്പോഴും കുടുംബമുണ്ട്. തെറ്റ് ചെയ്യുമ്പോഴും അയാൾ പശ്ചാത്തപിക്കും, കുടുംബം മനസ്സിൽ നിന്ന് പോയതേയില്ല. ഈ കൂട്ടത്തിൽ നിങ്ങൾ ആരെയാണ്? ഇത് രണ്ട് കൂട്ടക്കാരടുത്തും തെറ്റുണ്ട്, പക്ഷേ എന്നാലും നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുക? ഒന്നാമത്തെ ആളെയോ രണ്ടാമത്തെ ആളെയോ? ഒന്നാമത്തെ ആൾക്ക് കുടുംബം മനസ്സിൻ്റെ ചിത്രത്തിൽ നിന്ന് പോയിട്ടില്ല. അയാൾ കുടുംബം തന്നെ, കുടുംബം.
ഒന്നാമത്തെ ആളെ പറഞ്ഞ് രണ്ടാമത്തെ ആൾക്ക് കുടുംബം അയാളെ മനസ്സിന്റെ ചിത്രത്തിലേ ഇല്ല. ഓർമ്മപ്പെടുത്ത വരുമ്പോൾ ഓർമ്മപ്പെടും, അപ്പോൾ എന്തെങ്കിലും അശോകം. രണ്ടാമത്തെ ആളുടെ മനസ്സിൽ നിന്ന് കുടുംബം പോയിട്ടേ ഇല്ല. പക്ഷെ അയാൾ ഓർമ്മപ്പെടുത്തിയ ബാപ്പാന്റെ ഓർമ്മപ്പെടലിനെ ചിലപ്പോഴൊക്കെ ധിക്കരിക്കും, കള്ളുടിക്കും, ഇടക്കൊരു സിനിമയൊക്കെ കാണും. എങ്കിൽ ഇതിൽ ഈ രണ്ട് കൂട്ടത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും? രണ്ട് കൂട്ടരും തെറ്റുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് പക്ഷത്തെയാണ് ഒന്ന് മുൻതൂക്കം കൊടുക്കുക? പറ. രണ്ടാമത്തെ ആള്. കാരണം അവൻ തെറ്റുകാരനാണെങ്കിലും മനസ്സിൻ്റെ ചിത്രത്തിൽ നിന്ന് ബാപ്പ പോയിട്ടില്ല, ഉമ്മ പോയിട്ടില്ല, ഭാര്യ പോയിട്ടില്ല. തെറ്റ് ചെയ്യും, അത് മനുഷ്യൻ സ്വാഭാവികമാണ്. ആദ്യത്തെ ആൾ കള്ളുടിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ആ ചിത്രത്തിൽ ആരില്ല? കുടുംബമില്ല, ബാപ്പല്ല, അമ്മയില്ല. ഇടക്കട ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ ഓർമ്മപ്പെടും. ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഓർമ്മപ്പെടും, ചിത്രത്തിലില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇതിൽ ഏത് സംഘത്തിലാണ്? ഈ രണ്ട് കൂട്ടരിലും നമ്മൾക്ക് നമ്മളെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അഭിമുഖീകരിച്ചപ്പോൾ അല്ലാഹു നമ്മളോട് പറഞ്ഞു, അലസ്തു ബിറബ്ബിക്കും, രക്ഷ എൻ്റെ പക്ഷം മാത്രമാണ്. ഇതിനെ രക്ഷ എന്ന് പറഞ്ഞത് ഒരു സൃഷ്ടിക്ക് വേണ്ടത് രക്ഷയാണ്. അവൻ സ്വയം അവൻ്റെ രക്ഷകനല്ല. ഒരു സൃഷ്ടിയും സ്വയം രക്ഷകനല്ലാത്തത് കൊണ്ട് സൃഷ്ടിക്ക് ഏറ്റവും ആദ്യത്തെ അനിവാര്യത രക്ഷകനെയാണ്. ആകാശത്തിന് നിലനിൽക്കണമെങ്കിൽ രക്ഷകൻ വേണം. ഭൂമി, അഖിലാണ്ട കടാഹങ്ങൾ, നക്ഷത്രങ്ങൾ, സൗരയൂഥം, അതിനപ്പുറമുള്ള ഹെർക്കുലീസ് ലോകങ്ങൾ, അതിനപ്പുറമുള്ള അർശ്, കുർസി, ഇതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടി സ്വയം രക്ഷകൻ അല്ല. അപ്പോൾ എന്തു വേണം? രക്ഷകൻ വേണം. രക്ഷകൻ എന്നത് ഒരു സെക്കൻഡിൽ വിട്ടുപിരിയാൻ പാടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോൾ ഈ സൃഷ്ടിയുടെ മനസ്സിൽ സദാ നേരവും ആരാണ് ഉണ്ടാകേണ്ടത്? ആരാ ഉണ്ടാകേണ്ടത്? രക്ഷകൻ. ചിന്തിക്ക്. ലസ്തു ബിറബ്ബിക്കും, ഞാൻ അല്ലാഹു അല്ലേന്നാ? അല്ല. ഈ അല്ലാഹു റബ്ബ് എന്നതിന് രണ്ട് തരം തോട്ടാണ്. അല്ലാഹു ആകൽ അല്ലാഹുവിന് കിട്ടേണ്ടതാണ്, റബ്ബാകൽ നമുക്ക് കിട്ടേണ്ടതാണ്. തിരിഞ്ഞിട്ടില്ല. അല്ലാഹു ആകൽ അല്ലാഹുവിന് കിട്ടേണ്ടതാണ്, റബ്ബാകൽ നമുക്ക് കിട്ടേണ്ടതാണ്. ഒരു വിവരമില്ലെങ്കിലും റബ്ബിനെ ബോധമുണ്ടാവും, അള്ളാഹുവിനെ ബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹും റബ്ബും രണ്ടാണ്, ഒരാൾ തന്നെ, പക്ഷെ രണ്ടാണ്. രണ്ട് പക്ഷത്തിലൂടെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹു എന്താ അതിനർത്ഥം? അല്ലാഹ് എന്താ അതിനർത്ഥം? അല്ലാഹ് അതിനർത്ഥം എന്താ പേര്? അതിനർത്ഥം ഉണ്ടല്ലോ. ഓരോന്നിനും അർത്ഥമില്ല. അർത്ഥമില്ലെങ്കിൽ അർത്ഥമില്ലാത്ത ഉള്ള പേരിലേക്ക് നമ്മൾ മാറൂലേ? അല്ലാഹ് എന്താ? യഥാർത്ഥ ആരാധ്യൻ. ഇതല്ലേ അർത്ഥം? പറ വേഗം, ഞാനിപ്പോ സമയം പോവണ്ട. യഥാർത്ഥ ആരാധ്യൻ, ഇതല്ലേ അർത്ഥം? അൽ ഇലാഹ്. അൽ ഇലാഹ് എന്നതിന്റെ സംയോജനമാണല്ലോ എന്ത്? അല്ലാഹ്. അൽ ഇലാഹ് ആരാധ്യൻ, അൽ ഇലാഹ് യഥാർത്ഥ ആരാധ്യൻ, അല്ലേ? ശരി. യഥാർത്ഥ ആരാധ്യൻ. ആരാധന എന്നത് ആർക്ക് ലഭിക്കേണ്ടതാണ്? അല്ലാഹുവിന്. അപ്പോൾ അല്ലാഹ് എന്നതിൽ ലഭ്യമാവേണ്ടത് ആർക്കാണ്? നമുക്കത് കടമയാണ്. അല്ലാഹുവിനത് ലഭ്യമാവേണ്ടതാണ്. അപ്പോൾ അല്ലാഹുവിനെ നമ്മൾ അറിയുക എന്നത് റബ്ബിനെ നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ്. മനസ്സിലായില്ല?
അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടി വരുന്നത് എന്തുകൊണ്ട്? റബ്ബിനെ അറിഞ്ഞതുകൊണ്ട്. എന്റെ റബ്ബിന്റെ അർത്ഥം, റബ്ബ് എന്നത് അള്ളാഹുവിന്റെ കടമയും. മനസ്സിലായില്ല? അങ്ങനെ പറയാമെങ്കിൽ, അങ്ങനെ സാങ്കേതിക അർത്ഥത്തിലല്ല, അങ്ങനെ പറയും. മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത അള്ളാഹുവിനില്ല. അതേ സമയത്ത് അവനത് സ്വയം ഏറ്റെടുത്തു. അപ്പൊ റബ്ബ് എന്ന് പറയുമ്പോൾ ആ തലത്തിൽ അള്ളാഹുവിന്റെ കടമയാണ്. അതിന്റെ ഗുണമാർക്കാ, നേട്ടമാർക്കാ, ലഭ്യമാവേണ്ടതാർക്കാ? സൃഷ്ടി ഒന്ന് പറയണ്ടേ? പറ. അതുകൊണ്ടല്ലേ അലസ്തു ബി ഇലാഹിക്കും എന്ന് ചോദിക്കാതെ അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചു. താലിമാല ഊരി തന്നിട്ട് അവള് എന്റെ കയ്യിൽ തന്നു. നിനക്ക് ഗൾഫിലേക്ക് പൈസ വിസക്ക് കൊടുക്കാൻ അവസാനം 2 ലക്ഷം റുപ്യയുടെ കമ്മിയുണ്ട്. അപ്പൊ ആ 2 പവന്റെ 4 പവന്റെ മാല ഊരിച്ച് കയ്യിൽ തന്നു. എന്നിട്ട് പൈസ കൊടുത്താൽ പറഞ്ഞു, നിങ്ങൾ 5 ലക്ഷം റുപ്യ നീ കൊണ്ടേ കൊടുത്തു, ടിക്കറ്റ് ക്ലിയർ, എല്ലാം പെട്ടി കെട്ടി പോണ നേരത്തെ ഓള് പറയും. എന്ത് പറയും? എന്ത് പറയണം? എന്ത് പറയുള്ളൂ? പിന്നെ എന്റെ മാല തന്നിട്ടാണ് നിങ്ങൾ ഗൾഫ് പോണ, നിങ്ങൾ ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതല്ലടാ അലസ്തു ബി റബ്ബിക്കും അർത്ഥം. പിന്നെ ജോള മറന്നാലോ? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ തിരിയുന്നുണ്ട്. ഇതിലും വലിയ ചക്കമ്മ തിരിക്കൽ എങ്ങനെയാ? ഇതന്നെ അല്ലടാ ഞങ്ങൾ എപ്പ പറഞ്ഞ് പറയാമെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിയുമായി സദൃശ്യപ്പെടുത്താൻ ഒരു വഴിയില്ല. പിന്നെ എന്തെങ്കിലും ഒപ്പിക്കാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ സദൃശ്യപ്പെടുത്താൻ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഉപമക്ക് വേണ്ടി ഇറക്കാണ്, താഴത്തേക്ക് ഇറക്കി സംസാരിക്കുക. തല കൊടുത്ത് ചിന്തിക്ക്. ഇങ്ങോട്ട് നോക്ക്. തല കൊടുത്ത് ചിന്തിക്ക്. എന്തായി പറയുന്നത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. അതായത് 4 പവൻ 5 പവന്റെ താലിമാല വിറ്റ് അയച്ച ജോലിയുണ്ട്. മാസത്തിൽ എങ്ങനെയാലും 1 റുപ്യ 1.5 റുപ്യന്റെ ശമ്പളം കിട്ടും. ശരി, പോയിക്കോളൂ. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇതെന്റെ മാല, അയച്ചു കൊടുത്തു. ഇറങ്ങിപ്പോയി പെട്ടി കെട്ടി ഇറങ്ങി വരുന്ന നേരത്തോളം എന്ത് പറയാണ്? പിന്നെ എന്താ പറയാ? പിന്നെ ഞാൻ തന്നതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇനി അതിൽ വലിയ ഓർമ്മപ്പെടുത്തൽ എന്താ? അപ്പോൾ ഓർമ്മപ്പെടുത്താൻ തിരിച്ചു ഓർമ്മപ്പെടുത്തേണ്ടതില്ല. തിരിച്ച് ഞാനാണ് ഇതുവരെ എന്നെ പോറ്റിയിട്ടു എന്ന് പറയേണ്ട സമയം അതല്ലല്ലോ. അത് തലാക്കിനോട് ആവശ്യപ്പെടുമ്പോ പറയേണ്ട അവസാനമാണ്. അല്ല, നിങ്ങളെ സ്വഭാവം പണ്ടേ അങ്ങനെ തന്നെയാണോ? അതോ നിങ്ങൾക്ക് ഒന്നും പറ്റിയത് അല്ല? നിങ്ങളൊന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾക്ക് അറിയുന്ന വിഷയമല്ലേ പറയണത്. പിന്നെ ഞാൻ പോറ്റിട്ട് ഈ 10-25 കൊല്ലം പോറ്റിട്ടാണ് ഈ കൊലത്തെ ദുബൂസായിട്ടാന്ന് പറയേണ്ട നേരമല്ലല്ലോ. അപ്പോൾ ആ പെട്ടിയും കെട്ടി പോകുമ്പോൾ അവളാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത്. അവളുടെ അടുത്തുനിന്ന് അവൻ പോവുക. അപ്പോൾ അവൾ എന്താ പറയേണ്ടത്? പിന്നെ എന്റെ മാല തന്നിട്ടാണിട്ടാൻ. അതിന്റെ അർത്ഥം തിരിച്ച് എന്റെ അടുത്ത് വരുന്നവരെ നിങ്ങളെ മനസ്സിൽ നിന്ന് ഞാൻ പോകരുതെന്നല്ലേ എന്റെ അർത്ഥം. ഒന്നും കിട്ടിയില്ല, പക്ഷേ ഓളാ പറഞ്ഞ വാക്കോർത്തോൻ കഴിഞ്ഞാൽ നന്ദിയുള്ളവനല്ലേ? ഒന്നും അയച്ചിട്ടില്ല. എന്റെ തപ്പിയിട്ട് ഓനെ ജോലി ഇട്ടില്ല. ജോലിയും പറഞ്ഞ് വിസയൊക്കെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് എന്തോ ഒരു കേസിന് ജയിലിലാക്കി. 2 കൊല്ലം ജയിലിൽ കിടന്നു. എന്നിട്ട് അവിടെ കിടന്ന് കരഞ്ഞു. എന്തിന്? ജയിലിലാപ്പട്ടിനല്ല. എന്തിന്? എന്തോർത്ത് കരഞ്ഞു? അവളെ 5 പവന്റെ മാലം വിറ്റിട്ട് ഒരു 10ന്റെ പൈസ ഒക്കെ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ നോർത്ത്. രാവും പകലും കരഞ്ഞാൽ നന്ദിയുള്ളവനല്ലേ? ആണോ അല്ലേ? ഓനാണോ അല്ലേ? എന്തുകൊണ്ട്? ഉറക്കിലും ഊണിലും എന്ന് പറയുന്ന വിധത്തിൽ അവന്റെ മനസ്സിൽ നിന്ന് ആ ചിത്രത്തിൽ നിന്ന് അവൾ പോയതേയില്ല.
മനസ്സിലായില്ലേ? ചിന്തിക്ക്. അലസ്തു ബി ഇലാഹിക്കുന്നല്ലോ അള്ളാഹ് പറഞ്ഞേ. അള്ളാഹ് പറഞ്ഞ എന്താ? നമുക്ക് എന്താ വേണ്ടത്? ആരാധന ഉണ്ടായാലും ജീവിക്കൂലേ? ജി പടച്ചോനെ ആരാധിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കുമല്ലേ? ഒന്ന് പറയങ്ങായി നമുക്ക് ഇന്ന് തീരുമാനം ഉണ്ടാക്കാം. ഇജ്ജ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ജീവിക്കൂലേ? നോമ്പോറ്റില്ലെങ്കിൽ ജീവിക്കൂലേ? ഇവിടെ കോടാനക്കോടി ആളുകൾ നിസ്കരിക്കണില്ലല്ലോ, ഇവിടെ ജീവിക്കണില്ലേ? അല്ല, തീരുമാനം പറയും. നിസ്കാരമില്ലെങ്കിൽ ജീവിക്കൂലേ? ജീവിക്കും. നോമ്പില്ലെങ്കിൽ ജീവിക്കൂലേ? ഹജ്ജില്ലെങ്കിൽ ജീവിക്കൂലേ? സക്കാത്തില്ലെങ്കിൽ ജീവിക്കൂലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ ജീവിക്കുമല്ലേ? ജീവിക്കോലോ? ഇവിടുത്തെ 99% ആളുകൾ ഇതൊന്നും ഇല്ലാതെ ജീവിക്കണില്ലേ? ഖലീലും മിൻ ഇബാദിയ ശകൂർ. എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. നന്ദിയുള്ളവരല്ലേ ഇബാദത്ത് ചെയ്യുന്നവർ? അപ്പൊ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ഇബാദത്തില്ലാതെയും. അപ്പൊ ഇവിടെ ജീവിക്കാൻ ഇബാദത്ത് അനിവാര്യമായ നിർബന്ധമായ കാര്യം അല്ല. പക്ഷേ രക്ഷയില്ലാതെ ഒരു സെക്കൻഡ് നീ ജീവിക്കൂല. അതുകൊണ്ടാണ് അലസ്തു ബി ഇലാഹിക്കും എന്ന് ചോദിക്കാതെ അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചത്. ഒരു സെക്കൻഡ് രക്ഷയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് കഴിയില്ല. അതുകൊണ്ട് നിന്റെ മനസ്സിൽ നിന്റെ രക്ഷയല്ലേ നിന്റെ മനസ്സിലുണ്ടാണ്ട്? ആണോ അല്ലേ? ഇന്ന് ഞാൻ സുബഹി നിസ്കരിച്ച് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ശക്തമായ മഴ, അതിശക്തമായ മഴ. 5:30 മണിക്കാണ് മൂത്തെടുത്ത് നടന്നത്. അതിശക്തമായ മഴ. ഡ്രൈവർ ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കുക, ഞാനും എൻ്റെ മോളും വണ്ടിയിലുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഓർത്തുപോയി, പഠിച്ചോനെ 7 മണിക്ക് മുമ്പ് പാഴൂരെത്തിയിട്ട് 7 മണിക്ക് ക്ലാസ് തുടങ്ങണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ പിന്നെ വേറെ വണ്ടി വരേണ്ടി വരും. മഴയാകുമ്പോൾ സ്വാഭാവികമായും ഡ്രൈവർക്ക് മുന്നിലുള്ളത് ശരിക്ക് കണ്ടോളന്നില്ല. വേറൊരു വണ്ടിക്ക് ഇടിച്ചാൽ മതി, അള്ളാഹു നമ്മളെ ഒന്ന് തെന്നിയാൽ മതി. അപ്പം ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് യാത്രയിൽ പലവട്ടം ഓർത്തുപോയി, നിന്റെ രക്ഷയാണ്, ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഇതിപ്പോൾ നമ്മൾ ആ മഴ ഉണ്ടായതുകൊണ്ട് ഓർത്തതാ. മഴ ഇല്ലെങ്കിൽ അത് ഓർക്കില്ല. നല്ല പ്രകാശവും വെയിലുമാണെങ്കിൽ അങ്ങനെ ആമോദിച്ചു പോലും. അപ്പോഴും ഓർക്കണം, അഷ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ. സ്വലാത്തുൽ ഇഷ്റാഖ് നിസ്കാരമുണ്ട്. അതെന്തിനാ? ചെറിയ 2 റക്അത്ത്. എന്തേ? സൂര്യൻ വീണ്ടും, ഭൂമി വീണ്ടും തേജസ്സുറ്റതായി. എന്തുകൊണ്ട്? സൂര്യൻ ഉയർന്നു. ളുഹാക്ക് മുമ്പുള്ള നിസ്കാരമാണ് എന്ത്? ഇഷ്റാഖ്. അത് രക്ഷ. വളരെ ചിന്തിക്ക്. എന്നാലോ ഇടക്ക് ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മപ്പെടും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഏതാ ഓർമ്മപ്പെടുത്താൻ? ഇത് പറയുമ്പോൾ നിനക്ക് ഓർമ്മ ഉണ്ടാവും. ഇടക്കിടക്ക് നാട്ടിൽ ആരെങ്കിലും വന്നു, ഒരു കോള് വന്നു, പിന്നെ ഇവിടെ ഒന്നും ഇല്ലട്ടോ എന്ന് പറയുമ്പോ ജെന്നിലാച്ചു കൊടുക്കും. ഇതാണല്ലോ എന്ത്? ഓൻ കള്ളു കുടിച്ചിട്ടില്ല, ഓൻ തോന്നിയാസൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവന്റെ മനസ്സിൽ ആരില്ല, അവന്റെ ഭാര്യയില്ല. അവനെ ഇങ്ങോട്ടയച്ച ആൾ അവന്റെ മനസ്സിൽ ഇല്ല. കള്ളൊന്നും കുടിച്ചില്ല, പക്ഷേ അറബികളെ കണ്ട് നോക്കി അങ്ങനെ നിന്ന് 2 കൊല്ലം കഴിഞ്ഞ വിവരം അറിഞ്ഞില്ല. കിട്ടിയതൊക്കെ അൽബൈക്കിന്റെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് നല്ല 1-ാം നമ്പർ ബ്രോസ്റ്റ് തിന്നങ്ങനെ കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ വിവരം അറിഞ്ഞില്ല. എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ തൽക്കാലം 10,000, 4,000, 5,000 അയച്ചു. എന്നല്ലടാ നമ്മളെ നിസ്കാരം. നമുക്ക് അള്ളാഹ് ഓർമ്മയുണ്ടോ? ഒരാൾക്ക് അള്ളാഹു മനസ്സിൽ നിന്ന് മാഞ്ഞതേയില്ല, പക്ഷേ അബദ്ധം അവനിൽ സംഭവിച്ചു. അബദ്ധം മനുഷ്യന് സംഭവിക്കും. ആ പഴത്തോട് അടുക്കരുതെന്ന് പറഞ്ഞിട്ടും പഴത്തോട് നമ്മളെ ബാപ്പ അടുത്തു, നബിയായിട്ട് ഓർത്തു. പക്ഷേ അപ്പോഴത്തിന് ബാപ്പാക്ക് കരിഞ്ഞുപോയി. പിന്നെ ബാപ്പ കരഞ്ഞത് 1000 കൊല്ലാണ്. ആ ബാപ്പാടെ കണ്ണുനീര് വീണെന്ന് മുളച്ചതാണ് റൂഡെന്ന്
പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു 4 ക്ലാസ് മുമ്പ് പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. ബാപ്പാടെ കണ്ണുനീര് വീണാണ് 3 സുഗന്ധവ്യഞ്ജനങ്ങൾ അടിസ്ഥാനമായി മുളച്ചത്. അൽ ഊദു വസ്സന്തലു വസ്സഞ്ചബീൽ. ഒന്ന് ഊദ്, ആദമിൻ്റെ കണ്ണുനീര് വീണ് മുളച്ചതാണ്. വസ്സന്തലു, ചന്ദനവും. വസ്സഞ്ചബീലു, ഇഞ്ചിയും. ഫനബത മിൻ ദുമൂഇഹി, ആദമിൻ്റെ കണ്ണുനീര് വീണ് മുളച്ചതാണ്. ഒരബദ്ധം പറ്റിയില്ലേ? പറ്റി. കുറ്റം തെറ്റുന്നൊന്നും ഇഷ്ടമൊന്നും പറയണ്ട. എന്നാൽ പറ്റിയോ? പറയാൻ പറ്റിയോ? അപ്പം നിങ്ങൾക്കും പറ്റൂ. പറ്റണമെന്ന് വാശി പിടിക്കണ്ട. കുറച്ച് കള്ളുടിച്ചിട്ടേ പെരി പോണുള്ളൂ. എന്നാലും ബാപ്പാക്ക് തെറ്റ് പറ്റിയാണെന്ന് വിചാരിക്കാൻ വേണ്ടിയല്ല. പക്ഷെ സ്വാഭാവികമാണത്. ഓർമ്മ ഉണ്ടെങ്കിലും തെറ്റുറ്റും. കാരണം മനുഷ്യനാണ്. തെറ്റ് പറ്റൂല ആർക്ക്? ജിബ്രീലിന്. അതുകൊണ്ട് സ്വർഗമില്ല. തെറ്റ് പറ്റാൻ പറ്റിയ ആളുകൾക്കേ ഉള്ളൂ. തെറ്റ് പറ്റാവുന്ന ആളാണ് ആര്? മനുഷ്യൻ. തെറ്റ് പറ്റാത്ത ആളാണ് ആര്? ജിബ്രീൽ. ജിബ്രീൽ, മീകായിൽ, മലക്കുകൾക്ക് സ്വർഗമില്ല, നരകമില്ല. എന്തുകൊണ്ട്? അവർക്ക് തെറ്റ് പറ്റാവുന്ന രീതിയില്ല. ഞാനൊരു 15 കൊല്ലം മുമ്പ് അരീക്കോട്ട് ഇബ്ലീസിനെ പറ്റി ഒരു വഹദ് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ പടച്ചോനോനാണ് കൊന്നൂടായിനോന്ന് വെച്ചു. മനസ്സിലായില്ല? ആദം നബിയെ പ്രേരിപ്പിച്ചിട്ടാണ് ആ പഴം കഴിക്കാൻ മെനക്കെട്ടെന്ന് പറഞ്ഞപ്പോൾ അരീക്കോട്ടത്തെ ക്ലാസ്സിൽ വെച്ച് ഒരാൾ 2004 or 2005 ഒക്കെ ആയിരിക്കും ആ സമയം. അയാൾക്കിട്ട് ഈമാൻ കയറി. അയാൾ പറഞ്ഞു, അപ്പം തന്നെ പടച്ചോനോനാണ് കൊന്നൂടായിനോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞേ, പടച്ചോന അന്നോനെ കൊന്നിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം ഉണ്ടാവില്ല, നരകം ഉണ്ടാവില്ല. നിനക്ക് സ്ട്രഗിളിനൊരു ബേസ് വേണം, സമരത്തിനൊരു കാരണം വേണം. എന്താ സമരം? സമരം പിശാചിനോടുള്ള സമര. അതിനോട് പിശാചുണ്ടാവണം. ബാക്കി എന്ത് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഹിക്മത്തിന്റെ ഭാഗം. അപ്പോൾ അബദ്ധം മനുഷ്യനിൽ സംഭവിക്കും. പക്ഷേ ഞാൻ വ്യഭിചരിച്ചു. സ്വഹാബി വ്യഭിചരിച്ചു. മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉറക്കെ തന്നെ പറയാം. മായിസിനെ കല്ലെറിയുമ്പോൾ ഒരാൾ തൻ്റെ ചെരുപ്പ് എടുത്തെറിഞ്ഞു. അപ്പോൾ ആരോ ഒന്ന് പുണ്യ റസൂലിനോട് പറഞ്ഞു. അപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തുഹു വഹുവ യർതഹു ഫീ റിയാദിൽ ജന്ന. ആ ശിക്ഷയ്ക്ക് വിധേയനാകുന്ന സമയത്ത് ആ മനുഷ്യൻ സ്വർഗീയ പൂന്തോപ്പിൽ വിശ്രമിക്കുന്നതായി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ലഖദ് താബ തൗബതൻ ലൗ ഉൻസിലത് അലാ അഹ്ലിൽ മദീന ലവസഅതുഹും. എങ്ങാനും അള്ളാഹു സുബ്ഹാന എൻ്റെ മഅസ് ചെയ്ത തൗബ മദീനക്കാർക്ക് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ സകല മദീനക്കാർക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരൊറ്റ തൗബ മതിയാവും. ലോകാവസാനം വരെയുള്ള മദീനക്കാർക്ക് ആ ഒരു തൗബ മതിയാവും. അത്രയും വലിയ തൗബയാണ് ആര് ചെയ്തത്? മഅസ് ബിൻ മാലിക് റളിയല്ലാഹു. അബദ്ധം സ്വാഭാവികം. പക്ഷേ ചിന്തയിൽ ആര് പോയിട്ടില്ല? അല്ലാഹ്. നമ്മളെ മനസ്സിൽ അല്ലാഹു ഇല്ല. നമ്മൾ അകപ്പെട്ടവന്റെ ലിസ്റ്റ് വായിക്കുക. 5 വക്ത് നിസ്കരിക്കും, പടച്ചോനെ ഓർമ്മല്ല, നീ അകപ്പെട്ടവനാ. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്ക് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. നിസ്കരിക്കുമ്പോൾ പോലും അല്ലാഹു എന്ന ചിന്ത നമ്മളെ കൽബിൽ ഇല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരുത്തം നേരം വെളുത്താൽ അങ്ങാടി പോയി മീൻ വാങ്ങും, ഇറച്ചി വാങ്ങും, എന്നിട്ട് ഭാര്യയൊക്കെ കൊണ്ടേ അടുക്കളയിൽ കൊടുക്കും. പക്ഷെ മര്യാദക്കോളോടൊന്നും വേണ്ടിയിട്ട് കൊല്ലനുണ്ടായി. ഒരുത്തൻ ഒന്നും വാങ്ങിക്കൊടുക്കില്ല, ഓളെ മൂട്ടിന്ന് പോവില്ല. ആരാണ് ഓക്ക് പറ്റിയ ആൾ? ഒരുത്തൻ ഒന്നും വാങ്ങിക്കൊടുക്കില്ല. പക്ഷേ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. പണിക്ക് വരെ പോകാത്ത ഓള ഒരു 8 മണിക്കൂർ ഓളെ പിരിയണ്ടിയിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓളെ ബാപ്പയും ഓളോട് ഓനെപ്പറ്റി ചോദിച്ചാൽ എന്താ പറയാ?
നല്ല മനുഷ്യനാണ്, എന്നെ കാണാതിരിക്കാൻ ഒരു സെക്കൻഡ് വയ്യ. പിന്നെ ഇപ്പൊ ഒരു ദോഷമുണ്ട്, എന്ത് കാണിക്കൂ. അപ്പൊ നല്ല ബാപ്പയാണെങ്കിൽ എന്ത് പറയും? അത്യാവശ്യം ബാപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് പറയും? അത് സാരല്ല മോളെ, അതിന് നമ്മൾക്ക് പഠിച്ച മുതൽ എന്നിട്ടില്ലേ, എന്നാലും ആരും പേടിക്കാതെ എൻ്റെ കുട്ടിക്ക് അവിടെ പറക്കാലോ. ഒരുത്തം പോയാ എന്നാ വരികയെന്ന് കണക്കില്ല. എവിടെ പോയാലും വേണ്ടത് ഇങ്ങനെ അയച്ചു കൊടുക്കും, ഗൂഗിൾ പേ ചെയ്യും. മീൻ വാങ്ങിക്കോ, ഇറച്ചി വാങ്ങിക്കോ, പാൽ വാങ്ങിക്കോ, മുട്ട വാങ്ങിക്കോ, എന്നാ വരിക അങ്ങനെ നോക്കില്ല. ഇനി ഇടക്കോളൊന്ന് ചോദിച്ചു നിങ്ങളെപ്പോഴാ വരിക, എനിക്ക് കിട്ടേണ്ട കിട്ടിയില്ലേ? ആരാ നല്ല ഭർത്താവ്? വേറെ ഒരുത്തം മീൻ വാങ്ങിക്കൊടുക്കും, ഇറച്ചി വാങ്ങി കൊടുക്കും. പക്ഷേ ഓളോട് മര്യാദക്കൊന്ന് മിണ്ടിയിട്ട്, എടാ ഈ ആഴ്ച മര്യാദക്ക് പടച്ചോനോട് മിണ്ടിയവർക്ക് കൈപ്പൊക്കാം. നിസ്കാരം നോമ്പും ദ്വായല്ല എനിക്ക് കേൾക്കേണ്ടത്, പടച്ചോനോട് വർത്താനം പറയുക. നിങ്ങളെ അലക്കി തേച്ച ദ്വായ എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഇന്നെ എന്തുകൂടെ മിണ്ടിക്കോളൂ, എനിക്ക് കേൾക്കേണ്ടത് പടച്ചോനോട് മിണ്ടുക. രാത്രി നിന്റെ ഭാര്യയുടെ കാതിൽ നിന്റെ ചുണ്ട് വെച്ചിട്ട് പറഞ്ഞ വർത്താനത്തിനേക്കാൾ അടുത്തിട്ട് പറയാ. ഓളേതായാലും അവളും നീയും തമ്മിൽ കുറച്ച് അകലുണ്ടല്ലോ, ഇല്ലേ? പറയാ, വാ ഇങ്ങോട്ട് വാ, എണീറ്റ് വാ. ഇതാണ് ഞാൻ, ഇത് ഭാര്യ. എന്തൊക്കി നേരക്ക് ജീവിതം ചെരിഞ്ഞിട്ട്, ഇത് നീ, ഇത് ഭാര്യ. ഇവർ തമ്മിൽ അകലല്ലേ? ഇത് കഴിഞ്ഞിട്ടല്ലേ ഇത് തുറന്നുള്ളൂ? ഇത് കഴിഞ്ഞിട്ടല്ലാടാ ഇത് തുറങ്ങ. ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിയോ? അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് തുറങ്ങ. അപ്പൊ ഭാര്യയും നീയും തമ്മിൽ അകലുണ്ട്. പഠിച്ചോനെ തമ്മിലോ അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഏതാ സൂറത്ത്? ഖാഫ്. എടുക്ക്, ആയത്തെടുക്ക്. ഞാൻ കണ്ട നാടിയേക്കാൾ അവൻ്റെ അടുത്തോനാണ്. ഇതാണ് കണ്ട നാടി. ഇതിനേക്കാൾ അടുത്താണ് ആര്? ഭാര്യയോട് വർത്താനം പറയാൻ ഇങ്ങനെ പറയാം, പടച്ചോനോട് പറയാൻ അതിൻ്റെ ആവശ്യമില്ല. പടച്ചോൻ ഇവിടെയാണ്, ഇതിനേക്കാൾ അടുത്തിട്ടാ. ഇവളോട് മിണ്ടും, സ്വകാര്യമായി മിണ്ടും. ആരും കേൾക്കാത്ത സ്വകാര്യം സ്വകാര്യമായി ഈ ആഴ്ച പടച്ചോനോട് പറഞ്ഞവർക്ക് കൈപ്പൊക്കാം. ഒരാളുണ്ട്, രണ്ടാളുണ്ട്, മൂന്നാളുണ്ട്, ധൈര്യം നീ പറഞ്ഞാണ്ട് അങ്ങനെ കുറെ എണ്ണം കിട്ടേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ആലോചിച്ച് മൂമിനാണ്. മറ്റേ നിസ്കാരക്കാരൻ്റെ വാസം നരകം. പുറത്തു പറയണ്ട. നിസ്കരിക്കലും എവിടെ എത്തുക? നിസ്കരിക്കുന്നവന് ബോധമല്ലെങ്കിൽ എവിടെ എത്തുക? ബോധമടങ്ങായി വേണ്ടത്, നിസ്കാരമല്ലടങ്ങായി വേണ്ടത്. ബോധം. എനിക്ക് ബോധമുണ്ടോ? എനിക്ക് ബോധമുണ്ട്, നിസ്കാരമുണ്ട്. ആർക്കടാ എൻ്റെ നിസ്കാരമുണ്ട്? പഠിച്ചോൻ എന്താ നിസ്കാരം അല്ലാത്ത കുടിക്കാൻ കൊടുത്തിട്ട്? നമ്മൾ നിസ്കാരം ഇങ്ങനെ ഇറച്ചി മീനും അയച്ചു കൊടുക്കും, നിസ്കാരം നോൽമ്പൊക്കെ അങ്ങനെ അയച്ചു കൊടുക്കാം. ഓനോട് മര്യാദക്കൊന്നും മുണ്ടിയിട്ടില്ല. സത്യമാണോ അല്ലേ? പറയട ചങ്ങ. ആർക്കടാ എൻ്റെ നിസ്കാരം പഠിച്ചോനുണ്ട്? ഈ ദുന്യാവിലുള്ള എല്ലാവരും നിസ്കരിച്ചാലും മസാദ ഫി മുൽക്കി ഹിഷിയും അവൻ്റെ അധികാര മണ്ഡലത്തിൽ അല്പം പോലും കൂടൂല. ഈ ലോകത്ത് ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ അധികാര മണ്ഡലത്തിൽ അല്പം പോലും കുറയൂല. അവനാണ് ആര്? സർവേശ്വരനായ അല്ലാഹു. പിന്നെന്തിനാ എൻ്റെ നിസ്കാരം? എവിടുത്തെ നിസ്കാരം? ആർക്കടാ നിസ്കാരം വേണ്ടത്? ചില നിസ്കാരക്കാരൻ അവന് വേണ്ടത് നിന്റെ മനോമണ്ഡലത്തിൽ സദാ നേരവും അവൻ ഉണ്ടാകലാണ്. നിനക്ക് ഏറ്റവും വലിയ ചങ്ങാതി അവനാകലാണ്. നീ അയച്ചു കൊടുത്താൽ സന്തോഷം, അയച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. അതൊക്കെ ഒരു മാപ്പാക്കിയേക്കാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇത് ഇറച്ചി മീനും രാവിലെ അങ്ങനെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഇടുമ്പോൾ എന്താ അവൾ പറയാ?
ആർക്കാ കാക്കങ്ങളെ ഒരു ദിവസം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എന്താ പറയാ? ആർക്കാ കാക്കങ്ങളെ ഇറച്ചി മീനും വേണ്ട? എൻ്റെ വാപ്പ ആരാ നിങ്ങൾക്ക് അറിയും? എൻ്റെ വാപ്പ ഈ നാട്ടിലെ വലിയ ഭൂലോക മുതലാളിയാണ്. നിങ്ങളെ 350 ഉറുപ്പ്യൻ്റെ പോത്തിറച്ചി ആർക്കാ കാക്ക വേണ്ട? എനിക്ക് എൻ്റെ വാപ്പ ഒരു കൊല്ലം വാങ്ങേണ്ട ഇറച്ചിൻ്റെയും മീൻ്റെയും പൈസ ഓരോ ദിവസം അയച്ചിരുന്നു. എൻ്റെ ബാങ്കിലുണ്ട്, വാപ്പ അയച്ചു. ആർക്കാ കാക്ക നിങ്ങൾ ഇറച്ചിയോണ്ട് പോയി ഞങ്ങൾ പണി നോക്കി. അത് പറയൂല്ലേ? പറയുടെ ആർക്കട എൻ്റെ നിസ്കാരം വേണ്ട? നിസ്കാരം ഇല്ലാതെ ആരെങ്കിലും നിസ്കരിച്ചെങ്കിൽ ഇന്ന് കുടുങ്ങി കുത്തിരിക്കാൻ പഠിച്ചോ? നിസ്കാരം നിർത്താൻ വേണ്ടി പറയല്ല, തുടങ്ങാൻ വേണ്ടി പറയുമല്ല. എനിക്കതിനെ പറ്റൊന്നും അറിയില്ല. പണ്ട് കുറച്ചൊക്കെ അറിഞ്ഞേനും, ഇപ്പൊ തീരെ അറിയില്ല. നിന്റെ മനസ്സിൽ പടച്ചോണ്ടോ? ഇജി ഈ ആഴ്ച പടച്ചോനോടൊന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടോ? അത് പറയും. ഇജി പടച്ചോനോട്, പടച്ചോൻ നിന്റെ ഭാര്യയേക്കാൾ അടുത്തല്ലേ ആര്? പടച്ചോൻ ഭാര്യ ഇവിടുന്നല്ലേ തുടങ്ങണത്? എത്രാമത്തെ ആയിട്ട് നോക്കാം. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا. الله الله FIR വായിച്ചു. ഏതാ സൂറത്ത്? ഖാഫ്. ഒന്ന് എടുത്തു വയ്ക്കാണ്. എല്ലാവരും വീട്ടിലുണ്ടല്ലോ പരിഭാഷ, ഒന്ന് നോക്കാം. وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا. ഇതാണ് FIR ആദ്യം എഴുതിയത്. നിനക്കെതിരെയുള്ള ചാർജ് ഷീറ്റ്. അതായത് ഞാൻ അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തിട്ടാ. ബാക്കി ഒന്നും അർത്ഥം പറയുന്നില്ല, ഒക്കെ നോക്കിക്കളി. ഇവൻ ബോധമില്ലാതെ ജീവിച്ചവനാണ്. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരിക. അപ്പോൾ ആദ്യം അള്ളാഹു ഇവനോട് പറയുന്നത് ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, നിനക്കേറ്റവും അടുത്തവനായ എന്നെ ഇനി ഒരിക്കൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് നീ അശ്രദ്ധനായിരുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നം എന്തല്ല നിസ്കാരം നോമ്പല്ല, എന്താ പ്രശ്നം? അശ്രദ്ധ. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഈ അശ്രദ്ധയെ പറ്റി ഖുർആൻ പറയുന്ന 100 കണക്കിന് തെളിവ് ഞാൻ പറയാം. അശ്രദ്ധ പ്രശ്നത്തിന്റെ ബേസ്മെന്റ് എന്താണ്? കുറ്റത്തിന്റെ ഏറ്റവും വലിയ കുറ്റം എന്താ? അശ്രദ്ധ. നമ്മൾക്ക് അശ്രദ്ധല്ലേ? നിസ്കരിക്കുമ്പോഴും അശ്രദ്ധ, നോമ്പ് കൊടുക്കുമ്പോൾ അശ്രദ്ധ, സക്കാത്ത് കൊടുക്കുമ്പോൾ അശ്രദ്ധ, സദഖ കൊടുക്കുമ്പോൾ അശ്രദ്ധ. നന്മന്നെ ചെയ്യണ്, പക്ഷെ എന്താണ് അശ്രദ്ധ? ഈ ആരെ പറ്റിയ ശ്രദ്ധ വേണ്ടത്? അല്ലാഹ്. സദാസമയവും എന്നെ രക്ഷിക്കുന്ന ഒരാളെ പറ്റിയുള്ള അശ്രദ്ധ. ആ ശ്രദ്ധയുണ്ടെങ്കിൽ നീ ചെയ്യുന്ന നിനക്ക് ചെറുതായി തോന്നും. കാരണം 24 മണിക്കൂറിൽ ഇത്രേ നിസ്കരിക്കാൻ കഴിഞ്ഞുള്ളൂ, പക്ഷെ സദാസമയവും അവൻ നിന്നെ പറയട കുട്ടി. അപ്പൊ ഈ രക്ഷകൻ എന്ന പൊസിഷനിൽ നിന്ന് ആലോചിച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും ചെറിയതാണ്. അതേ സമയത്ത് ഇബാദത്ത് എന്ന തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്തൊക്കെ വലുതാണ്. തല കയറിയില്ലെങ്കിൽ ബാക്കി അടുത്ത ക്ലാസ് പറയും.